സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക വർഷത്തിലെ കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങളുടെ ആദ്യഘട്ട വിതരണം ആരംഭിക്കും. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലും ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുടർന്നുമാണ് സംസ്ഥാന സർക്കാർ ആനുകൂല്യം അടക്കമുള്ള വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കുടിശ്ശിക കൂടി ഏപ്രിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതൽ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. വിഷുവിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കുടിശ്ശിക വിതരണ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. പെൻഷൻ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റുകൾ അടക്കം വിവിധ രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം കൂടി എത്തിയിരിക്കുകയാണ്. വാർഷിക മസ്റ്ററിംഗ്, വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ ഓഡിറ്റിംഗ്, ഇതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കൽ, അനർഹരായ ആളുകൾക്ക് സ്വയം പെൻഷൻ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുള്ള അവസരങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏപ്രിൽ മാസം മുതൽ തുടക്കം കുറിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള തീയതികൾ വരുന്ന ആഴ്ച മുതൽ പ്രഖ്യാപിക്കുകയും മെയ് മാസം മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. 3 മാസത്തിലെ പെൻഷൻ കുടിശ്ശികയായ 4700 രൂപയിൽ ആദ്യ ഗഡുവായ 1600 രൂപയുടെ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഏപ്രിൽ മാസം 25 പുറത്തുവരും. വിവിധ മേഖലകളിലേക്ക് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതു മുതലുള്ള കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ പോർട്ടൽ വഴി കഴിഞ്ഞ ദിവസം കടമെടുപ്പ് നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ ആരംഭിച്ചു. വിഷുവിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ആരംഭിച്ച പെൻഷൻ തുക ലഭിക്കാത്ത ആളുകൾക്ക് ഈ ആഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.